ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 3-പീസ് നൈറ്റിയുടെ കട്ടിംഗ് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ 3-പീസ് നൈറ്റി തയ്ക്കാൻ വേണ്ടി ഞാനിവിടെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയില് 3-പീസ് നൈറ്റിയുടെ കട്ടിംഗ് വളരെ വ്യക്തമായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നൈറ്റി തയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ ഞാൻ ഇന്ന് തയ്ക്കുന്നത് 40 ചെസ്റ്റ് സൈസ് ഉള്ള ഒരു നൈറ്റിയാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പം 38-നും ഒക്കെ എത്രയാണ് മെഷർമെന്റ് വേണ്ടതെന്നുള്ളതും കൂടെ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ലെങ്ത് എത്ര വേണമെന്ന് എടുത്തിട്ട് 51 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. മുകളിൽ നിന്ന് 51 ഇഞ്ച് ലെങ്ത് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഈ സൈഡ്, അതായത് എന്റെ സൈഡിലേക്ക് ക്ലോസ്ഡ് സൈഡ് ആണ്, മുകളിലും ക്ലോസ്ഡ് ആണ് വരുന്നത്. ഈ സൈഡ് ഓപ്പൺ സൈഡ് ആയിട്ടാണ് വരുന്നത്. ആദ്യം ലെങ്ത് എത്ര വേണമെന്ന് അളന്ന് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. താഴ്ഭാഗത്ത് എത്ര വേണമെന്നുള്ളത് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ ഇവിടെ 7.5 ആണ് അടയാളപ്പെടുത്തുന്നത്. 40 ചെസ്റ്റ് സൈസിനൊക്കെ 7.5 മതി. ഒരു 38, 36-നൊക്കെ നമുക്ക് 7 എടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ 7.5 ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ 7.5 എന്നൊരു ലൈൻ അങ്ങ് നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ലെങ്ത് ആണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. സ്ലീവ് ലെങ്ത് 8 ആണ് അടയാളപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ തയ്യൽത്തുമ്പൊക്കെ ചേർത്തിട്ട് 8 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ആ 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതായത് ഈ മൂലയ്ക്ക് ഇങ്ങോട്ടാണ് 8 ഇഞ്ച് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ നിന്നല്ല, സ്ലീവ് ആണല്ലോ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ 8 ഇഞ്ചിന്റെ അവിടുന്ന് നേരെ താഴത്തേക്ക് നമ്മളൊരു 9 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുവാണ്. നമ്മളൊരു 40 ചെസ്റ്റ് സൈസിനൊക്കെ 9 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് അത്യാവശ്യം ലൂസ് കിട്ടുന്ന ഒരു നൈറ്റി ആയിരിക്കും 9 ഇഞ്ച് വെക്കുമ്പോൾ. നമ്മൾ 36, 38-നൊക്കെ 36-ന് ഒരു 7.5 ഇഞ്ച് മതി. 38 ഒക്കെ വരുമ്പോഴത്തേക്കും 8 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നേരെ താഴേക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ് ഹൈറ്റ് ആണ് അടയാളപ്പെടുത്തേണ്ടത്. ക്യാപ് ഹൈറ്റ് 4.3 ആണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. അതായത് ഈ 4.3 എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് സൈസ് ഡിവൈഡഡ് ബൈ 12 3.3 കിട്ടുന്നുണ്ട്. എനിക്ക് 40 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ 3.3 കിട്ടും. അതിന്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ലൂസും കൂടി ചേർക്കണം. അങ്ങനെയാണ് 4.3 നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തത്. കൈക്കുഴിയാണ് ഈ 4.3 ആയിട്ട് അടയാളപ്പെടുത്തിയത്. അതിനുശേഷം അവിടുന്ന് നമ്മൾ നേരെ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ആം ഹോൾ കർവ് ആണ്. ആം ഹോൾ കർവ് എനിക്ക് ഇവിടെ 18 ആണ് കിട്ടുന്നത്. നമ്മൾ കൈയുടെ അവിടെ റൗണ്ടിൽ എടുക്കുമ്പോൾ 18 ആണ് കിട്ടുന്നത്. അതിന്റെ പകുതി വരുമ്പോൾ 9 വരുന്നു. 9-ന്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടി ഇട്ടിട്ട് 10 ആണ് അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത്. അത് നമ്മൾ നീട്ടി വരച്ചിട്ടുണ്ട്. നമുക്കിതാ ഈ 2 പോയിന്റ്, അതായത് 9 ഇഞ്ച് താഴേക്ക് വരച്ചതും 10 ഇഞ്ച് താഴേക്ക് വരച്ചതും ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് എൻഡ് അടയാളപ്പെടുത്തി കൊടുക്കണം. സ്ലീവ് എൻഡ് തയ്യൽ തുമ്പൊക്കെ ചേർത്തിട്ട് 7.5 ഇഞ്ചാണ്. ആ 7.5 ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഈ പോയിന്റിൽ നിന്നും ഈ 7.5 ഇഞ്ചിലേക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്രയും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് യോക്ക് പാർട്ട് ആണ് അടയാളപ്പെടുത്തേണ്ടത്. യോക്ക് പാർട്ട് ഇവിടെ 10 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഈ 10 ഇഞ്ചിൽ നിന്നും നേരെ ഇങ്ങനെ ഒരു പോയിന്റ് വരുന്നില്ല ഇവിടെ. അതായത് നമ്മള് ആം ഹോൾ കർവ് 10 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഒരു പോയിന്റ്, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടം വരെ വരച്ചു. അതിനുശേഷം നമുക്കിതാ ഈ സ്ട്രെയിറ്റ് ലൈന് അങ്ങനെ തന്നെ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ എഡ്ജിൽ നിന്നും 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഒരു പോയിന്റ് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം ദാ ഈ 9 ഇഞ്ചിന്റെ ഈ പോയിന്റും 10 ഇഞ്ചിന്റെ ഈ പോയിന്റും ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചില്ലേ, ഇത് എത്ര ഇഞ്ചാണെന്ന് നമുക്ക് നോക്കാം. ഇത് കറക്റ്റ് 4.5 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഈ പോയിന്റിൽ നിന്നും ഈ ഒരു ലൈനില്ലേ, ഈ ഒരു ലൈനിലേക്ക് 4.5 ഇഞ്ച്
അടയാളപ്പെടുത്താം. ഇതാ നമ്മൾ 4.5 ഇഞ്ച് കറക്റ്റ് ആയിട്ട് ഈ പോയിന്റിൽ കൊണ്ട് വെച്ചിട്ട് ഇതിന്റെ ഈ ലൈനിന്റെ എവിടെയാണ് 4.5 ഇഞ്ച് വരുന്നത് എന്നുള്ളത് നോക്കാം. എന്നിട്ട് നമുക്ക് ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ 4.5 ഇഞ്ചാണ്. അതുപോലെ നമ്മൾ ഇത് മെഷർ ചെയ്യുമ്പോഴും 4.5 ഇഞ്ച് കറക്റ്റ് നമുക്ക് കിട്ടണം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ സ്ലീവ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നു. ഇതാണ് നമ്മുടെ സ്ലീവ് പാർട്ട്. അത് നമുക്ക് ആദ്യം കട്ട് ചെയ്തങ്ങ് മാറ്റാം. നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം ഈ ലെങ്ത് കറക്റ്റ് ആണോ എന്നുള്ളത്. അതിനുശേഷം എന്താ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വിടണം. 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതിന്റെ മുകളിൽ ഇത് കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് ഇവിടെ ഒരു പോയിന്റ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് പോയിന്റ്. ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇവിടുന്ന് ഇവിടെ വരെ നേരെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് ഈ പോയിന്റ് കൂടെ ഒന്ന് ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും. അതിനുശേഷം നമുക്ക് ബോഡി പാർട്ട് എടുത്ത് മാറ്റി വെച്ചേക്കാം. നമുക്കിവിടെ ഫ്രണ്ട് നെക്ക് വരച്ചെടുക്കാം. നെക്ക് ഡിസ്റ്റൻസ് 2.75 എടുക്കുന്നത്. 3 ആണ് എനിക്ക് വേണ്ടത്. തയ്ച്ച് വരുമ്പോഴത്തേക്ക് അത് 3 കിട്ടും. 2.75 എടുത്തു. താഴെ ഒരു 2.75 എടുത്തിട്ടുണ്ട്. ഇറക്കം ഞാൻ 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്കൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇവിടുന്ന് ഒരു 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി ഒരു കേർവ് ഷേപ്പിൽ ഞാനിതിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ഒരു സ്കെയിൽ എടുത്തിട്ട് ഈ ലൈനില്ലേ നേരെ താഴേക്ക് സ്കെയിൽ പിടിക്കുക. അതിനുശേഷം ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ഈ പോയിന്റ്, ഈ കോർണർ അല്ല, നമ്മൾ ഈ കേർവ് വരച്ചിരിക്കുന്ന ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഇവിടുന്ന് താഴെ വരെ എത്രയുണ്ടെന്ന് നോക്കാം. ഇത് 4.5 ഇഞ്ചാണ്. അപ്പൊ നമുക്ക് റൗണ്ടില് 4.5 ഇഞ്ച് അങ്ങ് അടയാളപ്പെടുത്തണം. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ഞാനിതാ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പീസിന്റെ അടിയില് വേറൊരു കളറിലുള്ള ഒരു പീസും കൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിക്ക് 2 പീസ് വേണം. അപ്പം സെയിം ക്ലോത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് മറുവശം മറിച്ചിട്ട് ഇട്ടിരിക്കുന്നതാണ്. നമുക്ക് ഈ അടിയിലത്തെ ക്ലോത്തും ഇതിന്റെ അതേ ഇതിലങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപോലത്തെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ ലൈനിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ 3 പീസ് ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. നമുക്ക് ഈ 3 പീസിനെ ഇങ്ങനെ അങ്ങ് സ്റ്റൈൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക്
ഇങ്ങനെ കുറച്ച് പൈപ്പിംഗ് പിടിപ്പിക്കണം. പൈപ്പിംഗ് അല്ല, ഞാൻ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ആദ്യം ഇതിനെ ഇങ്ങോട്ട് മടക്കി, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കിയിട്ട് പിന്നെ സെന്ററിൽ കൂടെ മടക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് ടോട്ടൽ 1.25 ഇഞ്ചാണുള്ളത്. അതിനെ നമ്മൾ ആദ്യം 2 മടക്കി പിന്നെ ഒന്നും കൂടെ മടക്കിയിട്ട് ഇങ്ങനെ എടുത്തു. ഇത് നമുക്കിതാ എഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ എഡ്ജിലും ഈ എഡ്ജിലും ഈ എഡ്ജിലും നമുക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ സൈഡിലെല്ലാം വൈറ്റ് കളർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇത് സെന്ററിൽ വെക്കാം. അതുപോലെ നമ്മുടെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇവിടുന്ന് വന്ന് ഈ ചെരുവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, അവിടെയാണ് നമ്മുടെ ഈ നെക്കിന്റെ ഈ എഡ്ജ് വരേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു 1/4 ഇഞ്ചിന്റെ മുകളിൽ കയറ്റി വെക്കുക. ഇവിടെ അതുപോലെ തന്നെ 1/4 ഇഞ്ച് മുകളിൽ ആയിട്ട് കയറ്റിയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതായത് 1/4 ഇഞ്ചിന് നമുക്ക് ഇതും കൂടെ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബാക്ക് നെക്ക് നമ്മൾ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്രോസ് പീസസ് വെച്ചിട്ട് ഇതങ്ങ് ഫിനിഷ് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശം കൊണ്ട് ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ നിവർത്തി ഇട്ടിരിക്കുകയാണ് ഫ്രണ്ടും ബാക്കും. നമുക്ക് സ്ലീവ്സ് ആണ് അറ്റാച്ച് ചെയ്യേണ്ടത്. നമ്മുടെ സ്ലീവ്സ് ഇതാ നേരെ നിവർത്തി എടുക്കുക. നിവർത്തി എടുത്തിട്ട് നമ്മുടെ സ്ലീവ് എൻഡ് മാർക്ക് ചെയ്തില്ലേ, അതായത് ചെറിയ വശം, അത് ഈ സൈഡിൽ വരുന്ന രീതിയിൽ തന്നെ എടുക്കണം. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ്സ് ജോയിൻ ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും അതുപോലെ തന്നെ നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിതാ ഫ്രണ്ട് പോർഷൻ മാത്രമായിട്ട് ഇങ്ങനെ എടുത്തു വെക്കാം. നമ്മൾ ബോഡി പാർട്ടാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ബോഡി പാർട്ട് ഇതാ നല്ല വശവും ചേർത്ത് വെക്കാം. ഈ ബോഡി പാർട്ടിന്റെ സെന്ററും നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ സെന്ററും കൂടെ ഒന്നിച്ച് വെക്കാം. നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതാ നമ്മുടെ ഈ സ്ലീവ്സ് വരുന്നുണ്ടല്ലോ, ഈ സ്ലീവ്സിന്റെ ഈ പാർട്ടല്ല, ഈ പാർട്ട്, അതായത് നമ്മൾ 4.5 ഇഞ്ച് എടുത്തിട്ട് കട്ട് ചെയ്ത് ഈ പാർട്ടും ഇതും കൂടി അങ്ങ് ജോയിൻ ചെയ്ത് വെക്കാം. ജോയിനിങ്ങിന്റെ അവിടെ നമുക്കൊരു പിന്ന് കുത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് പിന്ന് കുത്തി കൊടുക്കണം ജോയിൻ ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, നമ്മൾ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാർട്ടിലോ ഇവിടുന്ന് ഇവിടം വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഇവിടെ നമുക്ക് കണ്ടോ കുറച്ച് ഓപ്പൺ പാർട്ടായിട്ട് കിടക്കുന്നത്, അത് നമുക്ക് ഞൊറി വിട്ട് കൊടുക്കണം. അത് ഫുൾ നമുക്ക് ഞൊറി വിട്ടിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇവിടെയും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന നമുക്കിങ്ങനെ ഞൊറി വിടാം. ഇവിടെ 2 സ്ഥലത്തും ഞൊറി വരുന്നുണ്ട്. എന്നിട്ട് ഫുള്ള് നമുക്ക് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഓപ്പൺ പാർട്ടിൽ മാത്രം ഞൊറി വിട്ട് കൊടുത്താൽ മതി. ഇവിടെ ബാക്കും ഫ്രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് 2 സൈഡും കൈ മുതൽ താഴെ വരെ ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് അടി നമുക്ക് മടക്കി അടിച്ച് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ 3 പീസ് നൈറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ.